അടുത്തതായിട്ട് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ അതായത് DFA എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഡിസൈൻ എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ദാറ്റ് ആക്സെപ്റ്റ്സ് സെറ്റ് ഓഫ് സ്ട്രിങ്സ് സച്ച് ദാറ്റ് എവറി സ്ട്രിങ് എൻഡ്സ് ഇൻ 00 ഓവർ സിഗ്മ ഈക്വൽ ടു 0,1. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യേണ്ട സെറ്റ് ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനാണ്. അത് കോമ്പിനേഷൻ മാത്രമല്ല, വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്. ആ സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് 00-ലായിരിക്കണം. ഓക്കെ, അപ്പോൾ 00-ൽ എൻഡ് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്സിനെയും ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യണം, ബാക്കി എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാംഗ്വേജ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, സെറ്റ് ഓഫ് സ്ട്രിങ്സ് സച്ച് ദാറ്റ് എവറി സ്ട്രിങ്സ് എൻഡ്സ് ഇൻ 00. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് ആണ് ആദ്യം എഴുതുന്നത്. ഏറ്റവും മിനിമം ആയിട്ട് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത് 00 തന്നെയാണ്, അല്ലേ. ദെൻ അടുത്ത് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വരാം, ദെൻ 000 വരാം, അതുപോലെ 1000, 1100, 0100, 0000, 4 0, അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ 2 0-ൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോസിബിൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്ട്രിങ്സ് ആണ് ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണയിലെത്തി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പം എടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ലാസ്റ്റിൽ 2 നമുക്ക് 00 വരണം, അതിന് മുമ്പ് എന്ത് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ സ്ട്രിങ് W എന്ന് പറയുന്നത് ഈ W-ന് മുമ്പ് എന്ത് വേണേലും അതല്ല, അവസാനം 00 വരണം, ലാസ്റ്റ് അതിന് മുമ്പ് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. സോ W' എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസിൻ്റെ എന്ത് കോമ്പിനേഷൻ വന്നാലും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മിനിമം സ്ട്രിങ് നമ്മൾ ആദ്യം എടുക്കുക. ഇവിടുത്തെ മിനിമം സ്ട്രിങ് ഏതാ, 00. ആ 00ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓട്ടോമേറ്റ ആദ്യം ഡിസൈൻ ചെയ്യുക. സോ അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് നമ്മൾ കൊടുത്തു. സ്റ്റാർട്ട് സ്റ്റേറ്റ് ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്, ഇത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ Q0-ൽ അതിന് 0 കിട്ടുവാണെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറഞ്ഞു, Q1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. എഗെയിൻ ഒരു 0 കിട്ടുവാണെങ്കിൽ അത് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് 00-നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ആണല്ലോ. സോ അപ്പം ആ രീതിയിൽ ഏറ്റവും മിനിമം സ്ട്രിങ്ങിന് വേണ്ടിയുള്ള ഓട്ടോമേറ്റ വരയ്ക്കുക. നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം ആദ്യം വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ Q0-ൽ 0 കിട്ടുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, അവിടുന്ന് വീണ്ടും ഒരു 0 കിട്ടുമ്പോൾ അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് റീച്ച് ആവുന്നു. ഇനി നമ്മൾ ഓരോരോ സ്റ്റേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്, അതായത് Q0-ൽ 0 വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 0 വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം Q1-ലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ 1-നുള്ള ട്രാൻസിഷനാണ്, അല്ലേ. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 1 വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും, ഞാൻ ഇവിടുന്ന് ഈ Q0-യിൽ നിന്ന് ഇവിടേക്ക് ഞാൻ 1 കൊടുത്തു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും, 1 വന്നാൽ Q1-ൽ പോയിട്ട് വീണ്ടും ഒരു 0 വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ വരാൻ പാടില്ല. കാരണം എന്താണ്, നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് 10 എൻഡ് ചെയ്യുന്ന സ്ട്രിങ്സിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം അത് പാടില്ല. ഓക്കെ, സോ അപ്പം അതുകൊണ്ട് 1 വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പറയുവാണ്. ഇനി അടുത്ത് Q1 സ്റ്റേറ്റ് നോക്കുക. Q1 സ്റ്റേറ്റിൽ ഓൾറെഡി 0 വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് എന്താണ്, 1 വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 1 വന്നാൽ അതേ സ്റ്റേറ്റിൽ നിന്നാൽ എന്ത് സംഭവിക്കും, 1-ഉം പിന്നെ ഒരു 0-യും വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ 10 എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ. അടുത്ത് 1 വന്നാൽ Q2-ലേക്ക് കൊടുത്താലോ ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ എൻഡിങ് വിത്ത് 1 ആയിപ്പോവും, അല്ലേ. അപ്പോൾ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്, Q1-ൽ നിന്ന് നേരെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേറ്റിലേക്ക് 1-നെ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ 1 വന്ന് Q0-ൽ എത്തിയിട്ട് പിന്നെ വീണ്ടും 2 0 വന്നാൽ മാത്രമേ അത് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആവത്തുള്ളൂ. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ മാറ്റിവിടും. ദെൻ ഇനി അടുത്ത് നോക്കുമ്പോൾ Q2-ൻ്റെ സ്റ്റേറ്റാണ്. അപ്പോൾ Q2 സ്റ്റേറ്റിൽ എത്തുമ്പോഴത്തേനും ഫൈനൽ സ്റ്റേറ്റ് വന്നാലും, അതായത് ഇനിഷ്യലി വേണമെങ്കിൽ നമുക്ക് 2 0 വരാമല്ലോ. 2 0 വന്നതിന് ശേഷം ഒരു 1-ഉം വരാം, അല്ലേ. അപ്പം 1 വന്നാൽ എന്ത് ചെയ്യണം,
അടുത്തൊരു 1 വന്നാൽ Q2 ഒരു 1 വന്നു കഴിഞ്ഞാൽ പിന്നെ 2 0 വന്നാൽ മാത്രമേ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്യണം, Q0 അതിനെ കൊടുക്കണം. അപ്പോൾ 1 വന്നാൽ നേരെ അങ്ങോട്ടേക്ക് പോകണം. അടുത്ത് Q2 ഒരു 0 വരാനും ചാൻസ് ഇല്ലേ? 0 വന്നാൽ എന്ത് ചെയ്യണം, ഇനി ഒരു 0 കൂടി വന്നാൽ മതി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0 വന്നാൽ നമുക്ക് Q1 കൊടുക്കുകയാണെങ്കിൽ അടുത്തൊരു 0 കൂടി വരുമ്പോഴത്തേനും Q2 വന്ന് അത് അക്സെപ്റ്റൻസ് സ്റ്റേറ്റിലേക്ക് മാറിക്കോളും. ഓക്കെ. സോ അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ Q0 0 ട്രാൻസിഷനായി, 1 ട്രാൻസിഷനായി, Q1 0 ഉണ്ട്, 1 ഉണ്ട്, Q2 0 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിനും എല്ലാ ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു ഇൻപുട്ടിന് ഒരു ട്രാൻസിഷനെ വന്നിട്ടുള്ളൂ എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തണം. അതാണ് നമ്മുടെ DFA എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിൽ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഏതെങ്കിലും 1-2 സ്ട്രിങ്സ് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്ത് നോക്കാം. 1 1 0 0 0 ഇത് ഒരു 00 എൻഡിങ് സ്ട്രിങ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കുക, 1 ആദ്യം Q0 വന്നു അല്ലേ? Q0 1 വന്നപ്പോൾ അത് Q0 തന്നെ നിന്നു. എഗെയിൻ ഒരു 1 വന്നപ്പോൾ അത് Q0 തന്നെ നിന്നു. ദെൻ എഗെയിൻ ഒരു 0 വന്നപ്പോൾ അത് Q1 പോയി. അടുത്ത 0 വന്നപ്പോൾ അത് Q2 പോയി. എഗെയിൻ ഒരു 0 വന്നപ്പോൾ എന്ത് സംഭവിച്ചു, Q1 പോയി. അപ്പോൾ 3 0 വരുമ്പോഴത്തേനും അത് അക്സെപ്റ്റ് ചെയ്യാതായി മാറും. സോറി, അപ്പം നമുക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 0 വന്നിട്ട് പിന്നെ എത്ര 0 വന്നാലും ഓൾറെഡി അത് അവിടെ തന്നെ നിന്നാൽ മതി. അല്ലെങ്കിൽ ഒരു 0 വന്നതിന് ശേഷം വീണ്ടും എത്ര 0 വന്നാലും അത് അവിടെ തന്നെ നിന്നാൽ മതി അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ Q2 നിന്ന് 0 വന്നാൽ അത് അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്, ഇങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? സോ അപ്പം നമ്മളിങ്ങനെ ട്രേസ് ഔട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതനുസരിച്ച് നമ്മൾ ഡയഗ്രാം മാറ്റി വരയ്ക്കേണ്ടി വരും. ഓക്കെ. സോ അപ്പോൾ ഇനി നമുക്ക് ഡയഗ്രാം ഒന്നുകൂടി ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആക്കി. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് Q0 വരുമ്പോൾ Q1 സ്റ്റേറ്റിലേക്ക് പോകണം. വീണ്ടും ഒരു 0 വന്നാൽ Q2 ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോയി. ദെൻ Q0 1 വന്നാൽ അത് അവിടെ തന്നെ നിൽക്കുന്നു. Q1 1 വന്നാൽ നേരെ Q0 പോകുന്നു. അടുത്തത് Q2 1 വന്നാൽ നേരെ Q0 പോകണം. എഗെയിൻ Q2 0 വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിന്നാൽ മതി. ഓക്കെ. ഇനി നമുക്ക് വേറൊരു സ്ട്രിങ് എടുത്ത് നോക്കാം. 1 1 0 1 0 0 ഇത് നോക്കുമ്പോൾ ആദ്യത്തെ 1 Q0 1 അവിടെ തന്നെ നിന്നു. എഗെയിൻ ഒരു 1 വന്നു, Q0 തന്നെ നിന്നു. 0 കൊടുക്കുമ്പോൾ Q1 പോയി. 1 കൊടുക്കുമ്പോൾ എഗെയിൻ എങ്ങോട്ടേക്ക് വന്നു, Q0 വന്നു. പിന്നെ 0 വന്നു. എഗെയിൻ ഒരു 0 കൂടി വന്നതിന് ശേഷം Q2 റീച്ച് ചെയ്യുന്നു. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ്. സോ ഈ ഒരു സ്ട്രിങ്ങിനെ അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോസിബിൾ സ്ട്രിങ്സ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലും കാര്യങ്ങളൊക്കെ എഴുതണം. M = Q സിഗ്മ ഡെൽ Q0 F. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. സോ അപ്പം Q എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് Q0 Q1 Q2 ആണ് നമ്മുടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട്സ് ആണ്. 0 1 ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഡെല്ലാണ് ട്രാൻസിഷൻ ഫങ്ഷൻസ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ട്രാൻസിഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ട്രാൻസിഷൻ ഫങ്ഷൻ Q0 0 കൊടുത്താൽ അതെങ്ങോട്ട് പോകണം, Q1 പോകണം. അതുപോലെ തന്നെ ഡെൽ ഓഫ് Q0, 1 ആണെങ്കിൽ അത് Q0 തന്നെ നിൽക്കണം. ദെൻ അഗെയിൻ അടുത്തത് ഡെൽ ഓഫ് Q1 0 ആണെങ്കിൽ Q1 0 എന്ന് പറയുന്നത് Q2 പോകണം. ദെൻ Q1 1 ആണെങ്കിൽ Q0 പോകണം. അടുത്ത് ഡെൽ ഓഫ് Q2 0 ആണെങ്കിൽ Q2 തന്നെ നിൽക്കുക. ദെൻ Q2 1 ആണെങ്കിൽ Q0 പോവുക. ഇത് ഇത്രയാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത് Q0 എന്ന് പറയുന്നത്, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ Q0 തന്നെയാണ്. ദെൻ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ Q2 ആണ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ എഴുതുവാണെങ്കിൽ ടേബിളായിട്ട് നമ്മൾ എഴുതുവാണ്. ട്രാൻസിഷൻ ടേബിൾ എഴുതുമ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്സ് ആണ്, Q0 Q1 Q2 എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത്. ദെൻ
സീറോയും വണ്ണുമാണ് നമുക്ക് ഇൻപുട്ട് സിമ്പിൾസ് ഉള്ളത്. ഇപ്പോൾ Q0 0 ആണെങ്കിൽ Q1 ആണ്, Q0 1 ആണെങ്കിൽ Q0 ആണ്, Q1 0 എന്ന് പറയുന്നത് Q2 ആണ്, ദെൻ Q1 1 എന്ന് പറയുന്നത് Q0 ആണ്, Q2 0 എന്ന് പറയുന്നത് Q2 ആണ്, Q2 1 എന്ന് പറയുന്നത് Q0 ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും കാണിക്കണം. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിന് ഇതുപോലെ ഒരു ആരോ മാർക്കാണ് കൊടുക്കുന്നത്. ഫൈനൽ സ്റ്റേറ്റ്സ് വരുന്നതിന് നമ്മൾ ഇതുപോലെ ഒരു ആസ്ട്രിക് സൈൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഫൈനൽ സ്റ്റേറ്റ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം മുന്നിൽ നമ്മളിങ്ങനെ ആസ്ട്രിക് സൈൻ കൊടുക്കണം. അപ്പോൾ അതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. Design a finite automata to accept the language L is equal to W such that W is of even length and begins with 0, 1. അപ്പോൾ ഇവിടുത്തെ രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഈവൻ ആയിരിക്കണം, അതോടൊപ്പം തന്നെ ആ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1 ആയിരിക്കണം. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് എഴുതി നോക്കാം. അപ്പം 0, 1 ആണ് ഏറ്റവും മിനിമം ആയിട്ട് വരുന്നത്. 0, 1 സ്റ്റാർട്ട് ചെയ്യുന്നു, ലെങ്ത് 2 ആണ് വരുന്നത്, ഈവൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് 0, 1 സ്റ്റാർട്ട് ചെയ്തിട്ട് ലെങ്ത് 2 വരണം. ഓക്കെ, ലെങ്ത് ഈവൻ ആയിട്ട് വരണം. ഈവൻ ആയിട്ട് വരണമെങ്കിൽ 0, 1, 0, 0 ഉണ്ട്, അതുപോലെ 0, 1, 0, 1 ഉണ്ട്, 0, 1, 1, 0 ഉണ്ട്, 0, 1, 1, 1 ഉണ്ട്. ഓക്കെ, അതായത് 0, 1 ആയിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ വരേണ്ടത്, അത് കഴിഞ്ഞ് എന്ത് വേണേലും വരാം. ദെൻ അതുപോലെ 0, 1, 3 0 വരാം. 3 0 വരാൻ പറ്റില്ല, കാരണം ഓഡ് ലെങ്ത് ആയി പോകും അല്ലേ. അപ്പോൾ 4 0 വരണം, 4 0 വരണം. ദെൻ അതിൻ്റെ കോമ്പിനേഷൻസ് വരും. ഇതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് ഓഫ് സ്ട്രിങ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മിനിമം സ്ട്രിങ് എടുക്കുക. മിനിമം സ്ട്രിങ് എന്ന് പറയുന്നത് 0, 1 ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ 0 ആണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. 0 അപ്ലൈ ചെയ്യുമ്പോൾ അത് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്നു. ദെൻ ഒരു 1 അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 0, 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. സോ അപ്പം Q2 എന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ ഇതിന് ശേഷം എന്നല്ല, ഇതിന് മുമ്പ്, അതായത് 0, 1 മുമ്പ് എന്ത് വന്നാലും എന്ത് സംഭവിക്കണം, 0, 1 മുമ്പ് എന്ത് വന്നാലും നമുക്ക് ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. ഇപ്പോൾ 0, 1, അതായത് 1 തുടങ്ങുന്ന സ്ട്രിങ് വരാം. 1 തുടങ്ങുന്ന സ്ട്രിങ് ആണെങ്കിൽ നമുക്കിതിനെ അക്സെപ്റ്റൻസിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ Q0 നമുക്ക് 1 ആണ് വരുന്നതെങ്കിൽ നമ്മളിതിനെ വേറൊരു സ്റ്റേറ്റിലേക്ക് വിടേണ്ടി വരും. അതിനെ നമുക്ക് Q3 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വിട്ടു. ദെൻ 1 വന്നതിന് ശേഷം പിന്നെ 0, 1 എന്ത് വന്നാലും ഒരു കാര്യമില്ല, അതിനെ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അതിനെ നിർത്തും. ഈ സ്റ്റേറ്റിനെ നമ്മൾ ട്രാപ്പ് സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഡെഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അതായത് ഇതൊരിക്കലും ഫൈനൽ സ്റ്റേറ്റിലേക്ക് റീച്ച് ആവില്ല. ഓക്കെ, സോ അപ്പം Q0, അതായത് Q0 സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നമുക്ക് 1 വന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്, നമുക്ക് സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നുള്ളതാണ്. അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിനെ നേരെ എന്ത് ചെയ്യും, ഒരു ഡെഡ് സ്റ്റേറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 0 സ്റ്റാർട്ട് ചെയ്തു 1 വന്നാലേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഗെയിൻ ഒരു 0 വന്നാൽ എന്ത് സംഭവിക്കും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെയും നമ്മൾ ഈ ട്രാപ്പ് സ്റ്റേറ്റിലേക്ക് വിടും. അപ്പം രണ്ടാമത്തെ 0 വരുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ Q0 കൺസിഡർ ചെയ്യുമ്പോൾ Q0ക്ക് 0, 1 ട്രാൻസിഷനായി, Q1 നോക്കുമ്പോൾ 0, 1 ട്രാൻസിഷനായി, Q3 നോക്കുമ്പം 0, 1 ട്രാൻസിഷനായി. ഓക്കെ, ഇനി അടുത്ത് 0, 1 സ്റ്റാർട്ട് ചെയ്തു. 0, 1 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് കോമ്പിനേഷൻ ഓഫ് 0s and 1s വന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ഈവൻ ലെങ്ത് ആയിരിക്കണം അതിന് വരേണ്ടത് അല്ലേ. അപ്പോൾ ഈവൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ Q2 ശേഷം, Q2 അതായത് 0, 1 വന്നതിന് ശേഷം 0, 1 വരാം. 0, 1 വന്നാലും നമ്മൾ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവിടും. ദെൻ അവിടുന്ന് ഒരു 0 അല്ലെങ്കിൽ 1 വന്നാൽ മാത്രം ഫൈനൽ സ്റ്റേറ്റിലേക്ക് റീച്ച് ചെയ്താൽ മതി. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈവൻ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഒരു 0 അല്ലെങ്കിൽ 1 വന്നതിന് ശേഷം എഗെയിൻ ഒരു 0 and 1 വന്നാൽ മാത്രമേ അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് റീച്ച് ആവത്തുള്ളൂ. അപ്പം ഇനിഷ്യലി 0 and 1 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആ രീതിയിൽ. സോ അപ്പോൾ ഈ ഒരു സ്ട്രിങ് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. 0, 1, 0, 0, 0, 1.
അപ്പോൾ 0 1 വരുമ്പോൾ നമുക്ക് Q2-ലെത്തും. ദെൻ അഗെയിൻ ഒരു 0 വന്നു, അപ്പോൾ Q4-ൽ വന്നു, വീണ്ടും 0 വന്നു, Q4-ൽ വന്നു, വീണ്ടും ഒരു 0 വന്നപ്പോൾ Q4-ൽ വന്നു, അഗെയിൻ ഒരു 1 വന്നപ്പോൾ അത് Q2-ലെത്തി. സോ ഇറ്റ് വിൽ ആക്സെപ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ എഴുതണം. M = Q സിഗ്മ ഡെൽ Q0 F. സോ Q എന്ന് പറയുന്നത് നമുക്കിവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് Q0, Q1, Q2, Q3 ആൻഡ് Q4. ദെൻ സിഗ്മ എന്ന് പറയുന്നത് 0 ആൻഡ് 1 ആണ്. ദെൻ ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. ട്രാൻസിഷൻ ഫംഗ്ഷൻസ് നമ്മൾ എല്ലാത്തിൻ്റെ എഴുതണം. Q0 0 വന്നു കഴിഞ്ഞാൽ Q1-ലാണ്. ദെൻ Q0 1 വന്നാൽ Q0 1 എന്ന് പറയുന്നത് Q3-ൽ പോകണം. സോ അപ്പോൾ Q0 1 ആണെങ്കിൽ Q0 1 വരുമ്പോൾ Q3-ലേക്കാണ് പോകേണ്ടത്. ദെൻ ഡെൽ ഓഫ് Q1 0 എന്ന് പറയുമ്പോൾ Q3 ആണ്. ഡെൽ ഓഫ് Q1 1 എന്ന് പറയുന്നത് Q2 ആണ്. അങ്ങനെ എല്ലാ ഡെൽ ഫങ്ഷൻസ് നമ്മളിവിടെ എഴുതണം. ദെൻ അതിനുശേഷം സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 തന്നെയാണ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ Q2 ആണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക. ട്രാൻസിഷൻ ടേബിളിൽ Q0, Q1, Q2, Q3, Q4. സ്റ്റേറ്റ്സ് എല്ലാം എഴുതി. ദെൻ ഇൻപുട്ട്സ് 0യും 1ഉം ആണ്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് Q0, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q2 ആണ്. അവിടെ ആസ്ട്രിക് സൈൻ. ഓക്കെ, ദെൻ അതിനുശേഷം ഇതിൽ ഓരോ എൻട്രീസ് ആയിട്ട് മാർക്ക് ചെയ്യുക. Q0 0 ആണെങ്കിൽ Q1-ലാണ് പോകുന്നത്. Q0 0 Q1. Q0 1 ആണെങ്കിൽ Q3. ദെൻ Q1 0 എന്ന് പറഞ്ഞാൽ Q3-ലേക്ക് പോകുന്നു. Q1 1 ആണെങ്കിൽ Q2. Q3 0 Q2-ൽ 0 വന്നാലും 1 വന്നാലും Q4-ലേക്കാണ് പോകുന്നത്. അതുപോലെ Q3-ൽ 0 വന്നാലും 1 വന്നാലും Q3-ൽ തന്നെ നിൽക്കുന്നു. Q4-ൽ 0 വന്നാലും 1 വന്നാലും Q2-ലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡിസൈൻ ചെയ്യേണ്ടത്.